Hello my dear students, welcome to Learner's World. In this video, I talk about model question paper A04 Zeitgeist. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഫസ്റ്റ് സെക്ഷന് 15 ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്സ് ഈച്ച് ആണ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. ഇത് 2 or 3 സെൻറ്റൻസസിൽ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ 15 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത കുട്ടിക്കും കിട്ടുന്നത് സീലിംഗ് 25 ആണ്. 25 മാർക്കിൻ്റെ ഉള്ളിലാണ് കിട്ടുന്നത്. ദെൻ സെക്കൻഡ് സെക്ഷന് പാരഗ്രാഫ് എസ് എഴുതാനുള്ളതാണ്. 100 വേർഡ്സിന് ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വീതമാണ്. സീലിംഗ് 35 ആണ്. ദെൻ തേർഡ് സെക്ഷൻ ലോങ് എസ്സേ ആണ്. ഇതിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും രണ്ട് എസ്സേ എഴുതിയാൽ മതി. 2 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്താൽ മതി. 200 വേർഡ്സിൽ എഴുതണം. പിന്നെ ഇതിന് ഒരു എസ്സേക്ക് 10 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 20 മാർക്സ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 2 or 3 സെൻറ്റൻസസ്. 2 മാർക്സ് ഈച്ച്. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന 15 ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. 2 or 3 സെൻറ്റൻസസിൽ എഴുതാനുള്ള ക്വസ്റ്റ്യനാണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ആർ ദ ലോർഡ് റെഫേർഡ് ടു ആസ് ദ ലവേഴ്സ് ഓഫ് വയലൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഷുഡ് ദ അസാസിൻ ഓഫ് ഗാന്ധി ബി കിൽഡ് റിട്ടൺ ബൈ പേൾസ് ബക്ക്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് ആരൊക്കെയാണ് അക്രമത്തെ സ്നേഹിക്കുന്നവരായി ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. ദ ലോർഡ് ഹു ആർ റെഫേർഡ് ടു ആസ് ദ ലവേഴ്സ് ഓഫ് വയലൻസ് കൺസിസ്റ്റ് ഓഫ് ദ ഇഗ്നോറൻറ്റ്, ദ സ്റ്റുപ്പിഡ്, ദ ഇൻവെൻറ്റേഴ്സ് ഓഫ് ആറ്റം ബോംബ്സ്, ദ ജനറൽസ്, ദ ക്യാപ്റ്റൻസ്, ദ സർജൻസ് ആൻഡ് ദ സോൾജിയേഴ്സ്. അപ്പം അതായത് അക്രമത്തെ സ്നേഹിക്കുന്നവരായിട്ടുള്ളത് ആരൊക്കെയാണെന്നാണ്. അതായത് അറിവില്ലാത്തവരെയും അതുപോലെ മണ്ടന്മാരെയും ആറ്റം ബോംബിൻ്റെ കണ്ടുപിടുത്തക്കാരെയും മിലിറ്ററിയിലെ ജനറൽമാർ, ക്യാപ്റ്റൻസ്, സർജൻസ്, പട്ടാളക്കാർ, ഇവരൊക്കെയാണ് അക്രമത്തിൻ്റെ ഉപാസകരായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഓ ഈസ് കോയിദ് ഇ ആസാം. ഇത് വന്നിട്ടുള്ളത് നമ്മളുടെ ടോബ ടെക്സിങ്, സാദത്ത് ഹസൻ മാൻഡോയുടെ ടോബ ടെക്സിങ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കോയിദ് ഇ ആസാം ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മുഹമ്മദ് അലി ജിന്ന ഈസ് കോൾഡ് കോയിദ് ഇ ആസാം by the Pakistanis. It means a great leader. Just like we call Gandhiji the father of the nation, the Pakistanis call Jinnah കോയിദ് ഇ ആസാം. അതായത് പാകിസ്ഥാനികൾ മുഹമ്മദ് അലി ജിന്നയെ വിളിക്കുന്ന പേരാണ് കോയിദ് ഇ ആസാം എന്നുള്ളത്. അതായത് നമ്മൾ ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ പാകിസ്ഥാനികളെ ജിന്നയെ കോയിദ് ഇ ആസാം എന്നാണ് വിളിക്കുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഫ്രേസ് beckoning call of the future refer to. ഇത് ടാഗോറിൻ്റെ ഫ്രീഡത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് beckoning call of the future എന്നത് എന്തിനെയാണ് കാണിക്കുന്നത് എന്നാണ്. The phrase beckoning call of the future refers to the vast possibilities of a bright future if Indians are free, when the country is controlled by a hand as rigid and cold as death. There is not even the possibility of dreaming about a good and bright future. അപ്പോൾ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അവർക്ക് മുന്നിൽ തുറന്നു കിട്ടുന്ന ഒരു ശോഭനമായ ഭാവിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിനെയാണ് ബെക്കോണിങ് കോൾ ഓഫ് ദ ഫ്യൂച്ചർ എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. രാജ്യം മരണത്തെപ്പോലെ തണുത്ത് മരവിച്ച് ഒരു കൈകൊണ്ട് നയിക്കപ്പെടുമ്പോൾ ഒരു നല്ല ഭാവിയെപ്പറ്റി സ്വപ്നം കാണാനുള്ള സാധ്യത പോലും ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, how does the Indian look upon water? ഇത് എൻഡ് ഓഫ് ദ ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദ സർവൈവൽ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. റിട്ടൺ ബൈ ചീഫ് സിയാറ്റിൽ. എങ്ങനെയാണ് റെഡ് ഇന്ത്യൻസ് വാട്ടറിനെ കാണുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്.
He looks water with love and reverence. To the native Indian, rivers are his brothers. They quench his thirst. The rivers carry his canoes and they feed his children. അപ്പോൾ റെഡ് ഇന്ത്യൻസ് വാട്ടറിന് കാണുന്നത് അവർ വെള്ളത്തെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് കാണുന്നത്. അവർക്ക് നദി അവരുടെ സഹോദരങ്ങളാണെന്നാണ് പറയുന്നത്. നദികൾ അവരുടെ ദാഹം ശമിപ്പിക്കുന്നു. നദികളിൽ വള്ളമിറക്കി തങ്ങളുടെ കുട്ടികൾക്കുള്ള ആഹാരം അവർ തേടുന്നു എന്നാണ് പറയുന്നത്. 5th question. Comment on the imagery, the bleeding bark. ഇത് ഓൺ കില്ലിങ് എ ട്രീ റിട്ടൺ ബൈ ജീവ് പട്ടേലിൻ്റെ ഓൺ കില്ലിങ് എ ട്രീയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ദ ബ്ലീഡിങ് ബാർക്ക് എന്നതിലെ ഇമാജറി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഫൈൻ ഇമാജറി. സംബഡി കട്ട് ദ ട്രീ, ദ ബാർക്ക് ഈസ് ബ്ലീഡിങ് ബിക്കോസ് ദ സാപ്പ് ഗോസ് ഔട്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ബ്ലഡ് ഗോയിങ് ഔട്ട് ഓഫ് person's body when wounded, but the bleeding bark will heal with time, just like a wound in the body also heals with time. അതായത് ഇതിൽ ഒരു നല്ലൊരു ഇമേജറിയാണ് എന്നാണ് പറയുന്നത്. ഇത് നല്ലൊരു ഇമേജറിയാണ്. ഒരാൾ മരം വെട്ടുന്നു, അതിൻ്റെ തൊലിയിൽ നിന്ന് ബ്ലഡ്, അതായത് ചറം ഒഴുകുന്നു. ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ മുറിവിൽ നിന്നും ബ്ലഡ് ഒഴുകുന്ന പോലെയാണ് നമ്മളിപ്പോൾ ഒരു മരം വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശരീരത്തിൽ നിന്ന് ഒഴുകുന്നത്. പക്ഷേ ഈ മുറിഞ്ഞ തൊലി കാലക്രമേണ ഉണങ്ങും. ഒരു മനുഷ്യൻ്റെ മുറിവ് കാലക്രമേണ ഉണങ്ങുന്നത് പോലെ ഈ മരത്തിൻ്റെ മുറിവ് ഉണങ്ങും എന്നാണ് പറയുന്നത്. 6th question. Why did Aaron realize that the haystack could save them? ഇത് ജ്ലാട്ടെ ദ ഗോട്ട് എന്ന് വന്നിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ ആണ് റിട്ടൺ ബൈ ഇസാക്ക് ബാഷ്വിസ്. അതായത് വൈ ഡിഡ് ആലൻ റിയലൈസ് ദാറ്റ് ദ ഹാഷ്ടാഗ് കുഡ് സേവ് ദം. അതായത് വൈക്കോൽ കൂന തങ്ങളെ രക്ഷിക്കുമെന്ന് എന്തുകൊണ്ടാണ് ആലൻ മനസ്സിലാക്കിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. ആലൻ റിയലൈസ്ഡ് ദാറ്റ് ദ ഹാഷ്ടാഗ് കുഡ് സേവ് ദം ബിക്കോസ് ഇൻ ദ ഹെയർ ഇറ്റ് വുഡ് ബി ഓൾവേസ് വാം. ഇൻ ദ ഹാഷ്ടാഗ് ദേ വുഡ് നെവർ ഫ്രീസ്. അതായത് വൈക്കോൽ കൂനകൾക്കുള്ളിൽ എപ്പോഴും ചൂടുണ്ടാകും. അപ്പോൾ അതിനുള്ളിൽ അവർ ഒരിക്കലും തണുത്തുറഞ്ഞ് മരിക്കുകയില്ല എന്നാണ് പറയുന്നത്. 7th question. Why did women students and teachers demand for the introduction of women studies courses? ഇത് ക്ലെയിമിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് വന്നതാണ്. റിട്ടൺ ബൈ ആഡൻ റിച്ചിൻ്റെ ക്ലെയിമിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ചാപ്റ്റർ എന്ന് വന്നിട്ടുള്ളതാണ്. അതായത് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികളും അധ്യാപികകളും വുമൺ സ്റ്റഡീസ് കോഴ്സ് തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടത്, എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യന്. Women students and teachers demanded the introduction of women studies courses to claim women-directed education, despite accusations like unscholarly group therapy, faddism, etc., and despite backlash and budget cuts. Women studies are growing, giving women a fresh vision on many things. അതായത് അവർക്ക് സ്ത്രീകൾ നയിക്കുന്ന വിദ്യാഭ്യാസം വേണമായിരുന്നു. ദോഷയ്ക്ക് തൃക്കുകൾ പലപ്പോഴും അത്തരം വിദ്യാഭ്യാസത്തെ അൺസ്കോളർലി, ഗ്രൂപ്പ് തെറാപ്പി, ഫാഡിസം എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ ചാർത്തി പരിഹസിക്കമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനും പുറമെ വേറെ പല തിരിച്ചടികളും ബജറ്റിൻ്റെ കുറവും ഇത്തരം കോഴ്സുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പ്രതിസന്ധികളുടെ ഇടയിലും ഇത്തരം കോഴ്സുകൾ വളരുകയും സ്ത്രീകൾക്ക് പുതിയ കാഴ്ചപ്പാടുകൾ നൽകുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. 8th question. Comment on the symbol of the window, of the open window in the story of an hour. ഇത് ദ സ്റ്റോറി ഓഫ് ആൻ അവറിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ക്വസ്റ്റ്യനാണ് കേറ്റ് ചോപ്പിൻ്റെ. അതായത് തുറന്ന ജനലിൻ്റെ സിമ്പൽ, പ്രതീകം എന്താണെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സ്റ്റോറി ഓഫ് ആൻ അവറിൽ. ദ ഓപ്പൺ വിൻഡോ സിംബലൈസസ് ഫ്രീഡം. Many married women feel that their freedom is restrained by their marriage. Often they have to do things to please their husbands, even though they may not like them. Here,
With the news of the death, her husband, Mrs. Mallard thinks she is free and she can do what she wants for the rest of her life. അതായത് തുറന്ന ജനൽ ഒരു ഫ്രീഡത്തിൻ്റെ പ്രതീകമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ്. അതായത് വിവാഹിതരായിട്ടുള്ള പല സ്ത്രീകളും ചിന്തിക്കുന്നത് വിവാഹം അവരുടെ സ്വാതന്ത്ര്യത്തെ പരിമിതികൾക്കുള്ളിലാക്കുന്നു എന്നാണ്. പലപ്പോഴും സ്ത്രീകൾക്ക് ഇഷ്ടമില്ലെങ്കിലും ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കാനായി ചിലതൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇവിടെ തൻ്റെ ഭർത്താവിൻ്റെ മരണവാർത്ത കേട്ടപ്പോൾ മിസ്സിസ് മെല്ലാർഡ് ചിന്തിച്ചത് തൻ്റെ ബാക്കിയുള്ള ജീവിതം സ്വതന്ത്രമായി തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാമല്ലോ എന്നാണ്. Then 9th question. How did the speaker describe the phrase I decided to be a boy? ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് വാട്ട് ഇറ്റ് ഈസ് ലൈക്ക് ടു ബി എ ട്രാൻസ്ജെൻഡർ, റിട്ടൺ ബൈ ലീ മൊക്കോബ്. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് താൻ ആൺകുട്ടിയായിരിക്കാം എന്ന് തീരുമാനിച്ച കാലഘട്ടത്തെ പറ്റി സ്പീക്കർ എന്താണ് പറയുന്നത് എന്നാണ്. He felt nice to be a boy. He had a quick returning and toothless broad smile. He used skin knees as was the custom by the boys of his age and played hide and seek with his goal. അതായത് ഒരു ആൺകുട്ടിയായിരിക്കാൻ അയാൾ ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് മാഞ്ഞു പോകുന്ന പല്ല് കാണിക്കാതെയുള്ള ഒരു വലിയ ചിരി അയാൾക്കുണ്ടായിരുന്നു. അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ധരിക്കുന്ന പോലെ മുട്ടിന്മേൽ കീറിയ കാൽച്ചട്ടയും ഇട്ട് അവൻ നടന്നു. അവൻ്റെ ലക്ഷ്യവുമായി ഒളിച്ചുകളി നടത്തുകയായിരുന്നു അവൻ എന്നാണ് പറയുന്നത്. 10th question. In what context is the question where shall we go today asked? ഇത് റെഫ്യൂജി ബ്ലൂസ്, റിട്ടൺ ബൈ W. ഷോർഡൻ്റെ റെഫ്യൂജി ബ്ലൂസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ഏത് സന്ദർഭത്തിലാണ് നമ്മൾ എങ്ങോട്ട് പോകും എന്ന് സ്പീക്കർ ചോദിക്കുന്നത്. The speaker goes to a committee dealing with the refugees. The committee members asked him to get back to them the next year. That was the context. The question is, where will the refugees stay today till next year? അതായത് അഭയാർത്ഥി പ്രശ്നം കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മിറ്റിയുടെ അടുത്ത് സ്പീക്കർ പോകുന്നുണ്ട്. കമ്മിറ്റിയിലെ അംഗങ്ങൾ അയാളോട് പറയുന്നു അടുത്ത കൊല്ലം വരാൻ. ഇതായിരുന്നു ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത്. ഇന്നു മുതൽ അടുത്ത കൊല്ലം വരെ അഭയാർത്ഥികൾ എവിടെ പോകും എന്നുള്ളതാണ് ചോദ്യം. The next question. What according to the protagonist is the difference between working in the movement and the union? ഈ ഒരു ക്വസ്റ്റ്യന് ആംനസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, നാദിൻ ഗോഡിമിറിൻ്റെ. അതായത് പ്രൊട്ടഗണിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ മൂവ്മെൻറ്റിലും യൂണിയനിലും ജോലി ചെയ്യുന്നതിൻ്റെ വ്യത്യാസം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. In the union, you work every day and after the work you have meetings. In the movement, you never know where you will have to go and what is going to come up next. The same was the case with money. There is no regular payment in the movement. അതായത് യൂണിയനിൽ നിങ്ങൾ എല്ലാ ദിവസവും ജോലി കഴിയുമ്പോൾ മീറ്റിങ്ങുകൾക്ക് പോകും. മൂവ്മെൻറ്റിലാകുമ്പോൾ നിങ്ങൾക്ക് എവിടെ പോകണമെന്നോ എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നതെന്നോ അറിയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പണത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു. മൂവ്മെൻറ്റിൽ കൃത്യമായ ശമ്പളമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. 12th question. What did the teacher do when he saw the narrator apparently doing nothing in the class the next day of picnic? അതായത് ഇത് ദ ഔട്ട്കാസ്റ്റ്, റിട്ടൺ ബൈ ശരൺ കുമാർ ലിംബലെ, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതായത് പിക്നിക്കിൻ്റെ പിറ്റേ ദിവസം കുട്ടികളോട് എന്ത് ചെയ്യാനാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത് എന്നാണ്. The day after the picnic, the teacher asked the students to write an essay on the picnic. അതായത് പിക്നിക്കെ പറ്റി ഒരു എസ്സേ എഴുതാനാണ് ടീച്ചർ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. Then next question. What are Harari's observations about the French Revolution? ഇത് കെമിക്കൽ ഹാപ്പിനെസ് ആൻഡ് ദ മീനിങ് ഓഫ് ലൈഫ്, റിട്ടൺ ബൈ യുവൽ ന്യൂ ഹരാരി. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതായത് ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി ഹരാരിയുടെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്നാണ്. ദ റെവല്യൂഷണറീസ് കിൽ ദ കിങ്, ഗാവ് ലാൻഡ്സ് ടു ദ പെസൻസ്, ഡിക്ലെയർഡ് ദ റൈറ്റ്സ് ഓഫ് മാൻ, abolished noble privileges and waged wars against the all Europe. But nothing of this changed the French
ബയോകെമിസ്ട്രി, ദോസ് who were happy before the revolution were happy after that also. അതായത് വിപ്ലവകാരികൾ രാജാവിനെ കൊന്നു കർഷകർക്ക് ഭൂമി കൊടുത്തു, പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളഞ്ഞു, മുഴുവൻ യൂറോപ്പിനെതിരായി യുദ്ധം ചെയ്തു. പക്ഷേ ഇതൊന്നും തന്നെ ഫ്രഞ്ച് ബയോകെമിസ്ട്രിയെ മാറ്റില്ല എന്നാണ് പറയുന്നത്. വിപ്ലവത്തിന് മുമ്പ് സന്തോഷമുണ്ടായിരുന്നവർ വിപ്ലവം കഴിഞ്ഞു സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യന് കമൻറ്റ് ഓൺ ദ സിമ്പിൾ ഓഫ് ദ ഓപ്പൺ വിൻഡോ ഇൻ ദ സ്റ്റോറി ഓഫ് എൻ അവർ. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. ക്വസ്റ്റ്യൻ നമ്പർ 8 റിപ്പീറ്റഡ് ആണ് ഈ ഒരു ക്വസ്റ്റ്യന്. ദെൻ 15. വാട്ട് വിൽ ഹാപ്പൻ ടു മാൻ ഇഫ് ഓൾ ബെസ്റ്റ് ആർ ഗോൺ. ഇത് സ്ലാട്ടെ ദ ഗോട്ട് എന്ന് വന്നിട്ടുള്ളതാണ്. ഇസാക്ക് ബാഷ്വിസിൻ്റെ സ്ലാട്ടെ ദ ഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ രണ്ടാമത്തെ സെക്ഷൻ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ എ പാരഗ്രാഫ് ഓഫ് 100 വേർഡ്സ്, 5 മാർക്സ് ഈച്ച്. അതായത് പാരഗ്രാഫ്സ് എഴുതാനുള്ളതാണ്. എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. സീലിംഗ് 35 ആണ്. 100 വേർഡ്സിൽ എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ക്വസ്റ്റ്യനും കിട്ടുന്നത് 5 മാർക്ക് വീതമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഗാന്ധീസ് റെലവൻസ് ഇൻ ദ എറ ഓഫ് ആറ്റം ബോംബ്. ഇത് നമ്മളുടെ അസസിൻ ഓഫ് ഗാന്ധി ബി ഷുഡ് കിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള പേളസ്പെക്കിൻ്റെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ 100 വേർഡ്സിന് എഴുതണം കേട്ടോ. ദ ടേം പ്രിയാമ്പിൾ മീൻസ് ഇൻട്രൊഡക്ഷൻ ഓർ പ്രിഫൈസ്. ദ പ്രാക്ടീസ് ഓഫ് പ്രിയാമ്പിൾ സ്റ്റാർട്ടഡ് വിത്ത് ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ refers to the essence of constitution. It is called the identity card of the constitution. The preamble talks about the political, moral and religious values on which the constitution is built. It shows the great vision, dreams and aspirations of the founding fathers. K. Munshi, a member of the drafting committee, said that the preamble is the horoscope of our sovereign democratic republic. Another member of the drafting committee, Pandit Thakur Das, said that the preamble is the soul of the constitution. The preamble was amended by the 42nd Constitutional Amendment Act 1976. It added 3 words: socialist, secular and integrity. The preamble shows that the constitution gets its authority from the people of India. Its objectives are justice, liberty, equality and fraternity. Thus it is very significant. Then next question. Native American criticism of the white man's statements of Mother Earth. ഇത് വന്നിട്ടുള്ളത് ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന്, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് നാറ്റീവ് അമേരിക്കൻസ്, അതായത് വെള്ളക്കാരൻ അമ്മയായ ഭൂമിയെ സ്നേഹിക്കാത്തതിൽ നാറ്റീവ് അമേരിക്കൻ്റെ വിമർശനം എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. For the white man, one portion of land is the same as the next, as is a stranger who comes in the night and takes from the land whatever he needs. The earth is not his brother, but his enemy. He leaves his father's grave behind, and he does not care. He kidnaps the earth from his children. He treats his mother, the earth, and his brother, the sky, as things to be bought, plundered, sold like a sheep or bright beads. A Native American can never think of doing such things. The white man's appetite will devour the earth and leave behind only a desert. The Native American loves his land and reveres it as if it is his brother. The flora and fauna of the land are also his brothers. He would not like to destroy them. Then next question. The communication between Aaron and his goat. ഇത് നമ്മളുടെ സ്ലാട്ട് ചെയ്ത ഗോട്ട്, ഇസാക്ക് ബാഷ്വിസിൻ്റെ സ്ലാട്ട് ചെയ്ത ഗോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരനും അവൻ്റെ ഗോട്ടും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതിനെക്കുറിച്ചിട്ട് എഴുതാനാണ്. ദെൻ
വാട്ട് ക്യാരക്ടറൈസസ് ദ എലിനേഷൻ ഓഫ് ദി ജൂസ് ഇൻ ദ പോം റെഫ്യൂജി ബ്ലൂസ്? ഇത് റെഫ്യൂജി ബ്ലൂസ് എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നരേറ്റ് ദ ജേർണി ടു ദ ഐലൻഡ് ബൈ ദ നരേറ്റർ ആൻഡ് ദ പ്രൊട്ടഗണിസ്റ്റ് ഫാമിലി. ഇത് ആംനസ്റ്റി നാദിൻ ഗോഡിമിറിൻ്റെ ആംനസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുള്ളതാണ്. ദ നരേറ്റ് ദ ജേർണി ടു ദ ഐലൻഡ് ബൈ ദ നരേറ്റർ ആൻഡ് ദ പ്രൊട്ടഗണിസ്റ്റ് ഫാമിലി. ഓക്കെ, ദെൻ കമൻറ്റ് ഓൺ ദ പൊളിറ്റിക്സ് ഓഫ് ഫുഡ് ഇൻ ദ ഔട്ട്കാസ്റ്റ്. ഇത് ഔട്ട്കാസ്റ്റ് ശരൺകുമാർ ലിംബലയുടെ ഔട്ട്കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ കമൻറ്റ് ഓൺ ശരൺകുമാർ ലിംബലേസ് പ്രോ സ്റ്റൈൽ. ഇതും ഔട്ട്കാസ്റ്റ് എന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ശരൺകുമാർ ലിംബലയുടെ പ്രോ സ്റ്റൈലിനെ കുറിച്ചിട്ട് കമൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ തേർഡ് സെക്ഷൻ, റൈറ്റ് എസ്സേസ് ഓൺ എനി ടു ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 200 വേർഡ്സ്. അതായത് ലോങ് എസ്സേ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 200 വേർഡ്സിലാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 എഴുതിയാൽ മതി. എസ്സേ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ സ്ട്രക്ചർ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് എഴുതുന്ന സമയത്ത്, ഇപ്പോൾ ടോബ ടെക്സിങ്ങിൻ്റെ ആ ഒരു എസ്സേയെ കുറിച്ചിട്ടാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ ഓതർ, അതായത് സാദത്ത് ഹസൻ മാൻഡോ, അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ടൊന്നും ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ മെൻഷൻ ചെയ്യണം. പിന്നെ 3 ബോഡി പാരഗ്രാഫ്സ് എഴുതിയിട്ട് കൺക്ലൂഷൻ എഴുതണം. ഇതാണൊരു എസ്സേയുടെ സ്ട്രക്ചർ. ഒരു പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരു 5 to 6 ലൈൻസ് അതിൽ എന്തായാലും അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എസ്സേയുടെ സ്ട്രക്ചർ കീപ്പ് ചെയ്യൽ നിർബന്ധമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടോബ ടെക്സിങ് എക്സ്പോസസ് ദ സെൻസ്ലെസ്നെസ് ഓഫ് ദ വേൾഡ് ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് എ സെൻസിബിൾ മാൻ. കമൻറ്റ്. അപ്പോൾ ഇത് ടോബ ടെക്സിങ്, സാദത്ത് ഹസൻ മാൻഡോയുടെ ടോബ ടെക്സിങ് എന്ന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഹൗ ഡസ് റെഫ്യൂജി ബ്ലൂസ് പ്രസൻറ്റ് എ കാൻഡിഡ് പിക്ചർ ഓഫ് ദ മൈഗ്രൻ്റ് പോപ്പുലേഷൻ അക്രോസ് ദ വേൾഡ്. ഇത് റെഫ്യൂജി ബ്ലൂസ് എന്ന് WHO റെഫ്യൂജി ബ്ലൂ എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ദ മീനിങ് ഓഫ് ലൈഫ് ഈസ് എ ക്രിട്ടിക് ഓഫ് ദ പ്രസൻറ്റ് പെർസെപ്ഷൻ അബൌട്ട് ഹ്യൂമൻ ഹാപ്പിനെസ് ഡിസ്കസ്. ഇത് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് ഓഫ് ലിവിങ് ആൻഡ് ദ ബിഗിനിങ് ഓഫ് സർവൈവൽ റിട്ടൺ ബൈ ചീഫ് സിയാറ്റിൽ, അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഹൗ ഡസ് ലിംബലെ അസർട്ട് ദാറ്റ് കാസ്റ്റ് ഈസ് എ ഫോക്കൽ പോയിന്റ് ദാറ്റ് നീഡ്സ് ടു ബി എറേസ് ടു ഫെസിലിറ്റേറ്റ് എ ബെറ്റർ സോഷ്യൽ ഓർഡർ എലിമിനേറ്റ്. ഇത് ഔട്ട്കാസ്റ്റ് എന്ന് വന്നിട്ടുള്ളതാണ് ശരൺകുമാർ ലിംബലയുടെ. അപ്പോൾ ഇതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എഴുതാനുള്ളത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് കിട്ടുന്ന മാർക്ക് 10 മാർക്ക്, അങ്ങനെ ടോട്ടൽ 20 മാർക്സ് ആണ് ലോങ് എസ്സേക്കുള്ളത്. I conclude here. Thank you for watching our video. If you are interested, please subscribe.